കേരളത്തിൻ്റെ തീരങ്ങളിൽ ഇന്ന് സംഭവിക്കുന്നത് കേവലം കടൽക്ഷോഭമാണോ? അല്ല, നമ്മൾ കാണുന്നതിനേക്കാൾ ഭയാനകമായ എന്തോ ഒന്ന് ഭൂമിക്കടിയിൽ സംഭവിക്കുന്നുണ്ട്. ഒരു വശത്ത് കടൽ കരയെ വിഴുങ്ങുന്നു, മറുവശത്ത് സമൃദ്ധമായി വെള്ളമുണ്ടായിരുന്ന കിണറുകൾ നിമിഷങ്ങൾക്കുള്ളിൽ വറ്റി വരളുന്നു. എന്താണ് കേരളത്തിൻ്റെ മണ്ണിൽ സംഭവിക്കുന്നത്? ശാസ്ത്രത്തിന് പോലും പൂർണ്ണമായും കണ്ടുപിടിക്കാനാകാത്ത ആ മാറ്റത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? പണ്ട് കടൽ ഉൾവഴിയുന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഭയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ചിത്രം മാറി. കടൽ പിന്മാറുകയല്ല, മറിച്ച് അത് നമ്മുടെ വീടുകളിലേക്ക് ഇരച്ചു കയറുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൻ്റെ ഭൂപടം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. കടൽ ഭിത്തികളെ കളിപ്പാട്ടങ്ങൾ പോലെ തകർത്തെറിഞ്ഞ് തിരമാലകൾ 100 കണക്കിന് മീറ്ററുകൾ കരയിലേക്ക് വരുന്നു. ഇത് കേവലം ആഗോളതാപനം കൊണ്ടാണോ? അതോ നമ്മുടെ പാദങ്ങൾക്കിടയിലെ മണ്ണ് താഴേക്ക് അമരുകയാണോ? ഇതിനേക്കാൾ വിചിത്രമായ മറ്റൊരു പ്രതിഭാസം നമ്മുടെ ഉൾനാടുകളിൽ നടക്കുന്നുണ്ട്. നിറയെ വെള്ളമുണ്ടായിരുന്ന കിണറുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വറ്റിപ്പോകുന്നു. ഭൂകമ്പത്തിന് മുൻപോ വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപോ ഭൂമിക്കിടയിലെ ശിലാപാളികൾക്കുണ്ടാകുന്ന ചലനമാണ് ഇതിന് കാരണമായി ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകൾ അതിൻ്റെ വഴി മാറുകയാണ്. ഈ ജലശൂന്യത തീരപ്രദേശത്തെ കൂടുതൽ ദുർബലമാക്കുന്നു. കരയിലെ ജലസമ്മർദ്ദം കുറയുമ്പോൾ കടൽ വെള്ളം ഇരച്ചു കയറാൻ അത് വഴിയൊരുക്കുന്നു. പ്രകൃതി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണോ ഇത്? അതോ വരാനിരിക്കുന്ന ഒരു വലിയ ഭൗമമാറ്റത്തിൻ്റെ ലക്ഷണങ്ങളോ? ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൻ്റെ തീരങ്ങളും ഭൂമിയും പഴയതുപോലെയല്ല. മാറുന്ന പ്രകൃതിയെ നമ്മൾ ഗൗരവത്തോടെ കണ്ടേ മതിയാകൂ. കൊച്ചിയിലെ ചെല്ലാനം കടലിനോട് പൊരുതി ജീവിക്കുന്ന ഒരു ജനതയുടെ സങ്കട കാഴ്ചയാണ്. ഓരോ വർഷവും കടൽ ഇവിടെ 100 കണക്കിന് മീറ്ററുകളാണ് കരയിലേക്ക് അതിക്രമിച്ചു കയറുന്നത്. വീടുകൾ തകരുന്നു, കൃഷിയിടങ്ങൾ ഉപ്പുവെള്ളത്തിലാകുന്നു. ടെട്രോപോഡുകൾ കൊണ്ട് തീർത്ത ഭിത്തികൾ പോലും കടലിൻ്റെ രൗദ്രഭാവത്തിന് മുന്നിൽ നിഷ്പ്രഭമാകുന്നു. എന്തുകൊണ്ടാണ് ചെല്ലാനം മാത്രം ഇങ്ങനെ ഇല്ലാതാകുന്നത്? ശാസ്ത്രത്തിന് പോലും ഈ കടൽക്കയറ്റത്തിൻ്റെ വേഗത കൃത്യമായി കണക്കാക്കാനാകുന്നില്ല. വിഴിഞ്ഞം പോർട്ടാണ് ഇതിനെല്ലാം കാരണമെന്ന് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതേസമയം വിഴിഞ്ഞത്തും ഇതിലും സ്ഥിതി സങ്കീർണം തന്നെയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിലും കടലിലെ സ്വാഭാവികമായ മാറ്റങ്ങളും ചേർന്ന് അവിടുത്തെ തീരങ്ങളെ മാറ്റിമറിക്കുന്നു. കടൽ കരയിലേക്ക് അടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ കിണറുകൾ പെട്ടെന്ന് വറ്റി വരളുന്നു. ആലപ്പുഴയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ പോലും കടൽ വെള്ളം ഭൂമിക്കടിയിലൂടെ ഇരിച്ചു കയറുകയാണ്. സമൃദ്ധമായ ശുദ്ധജലം ലഭിച്ചിരുന്ന കിണറുകൾ ഇന്ന് വെറും ഉപ്പുകുഴികളായി മാറുന്നു. ഇവിടെയാണ് മിസ്റ്ററി ആരംഭിക്കുന്നത്. അറബിക്കടലിൻ്റെ അടിത്തട്ടിൽ ഭൗമപാളികൾ തമ്മിലുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ടോ? പശ്ചിമഘട്ടത്തിന് സമാന്തരമായി കടലിനടിയിൽ രൂപപ്പെട്ടിട്ടുള്ള വിള്ളലുകൾ കേരളത്തിൻ്റെ തീരത്തെ ദുർബലമാക്കുകയാണോ? കിണറുകൾ പെട്ടെന്ന് വറ്റുന്നതും കടൽക്ഷോഭം അതിശക്തമാകുന്നതും തമ്മിൽ വേർപെടുത്താനാവാത്തൊരു ബന്ധമുണ്ട്. കരയിലെ ഭൂഗർഭജലത്തിൻ്റെ അളവ് കുറയുമ്പോൾ കടൽ അതിൻ്റെ ശൂന്യത നികത്താൻ കരയിലേക്ക് തള്ളിക്കയറുന്നു. ഇത് ഭൂമിക്കിടയിൽ സംഭവിക്കുന്ന ഒരു നിശബ്ദ അധിനിവേശമാണ്. പ്രകൃതി അതിൻ്റെ അതിരുകൾ പുനർനിർണയിക്കുകയാണ്. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള നമ്മുടെ തീരങ്ങൾ ഇന്ന് അപകടരേഖയിലാണ്. ശാസ്ത്രം ഇതിനെ കാലാവസ്ഥാ വ്യതിയാനമെന്ന് വിളിക്കുമ്പോഴും നമ്മൾ ഭയപ്പെടേണ്ടത് ഭൂമിക്കടിയിൽ നിശബ്ദമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ മാറ്റത്തെയാണ്. കേരളം എന്ന ഈ കൊച്ചു ഭൂപ്രദേശം കടലിന് വിട്ടു നൽകേണ്ടി വരുമോ? വരും തലമുറയ്ക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി ഈ മാറ്റങ്ങൾ അവശേഷിക്കുകയാണ്. ഈ പ്രതിഭാസങ്ങൾക്ക് മുന്നിൽ നമുക്ക് പകച്ചു നിൽക്കാൻ കഴിയില്ല. പ്രകൃതി അതിൻ്റെ ഭാവം മാറ്റുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായി നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കാൻ ശാസ്ത്രീയമായ വഴികൾ തേടണം. വെറും കല്ലുകൾ കൊണ്ട് കടലിനെ തടയുന്നതിന് പകരം ചെല്ലാനത്തും വിഴിഞ്ഞത്തുമൊക്കെ പരീക്ഷിച്ചതുപോലെ ശാസ്ത്രീയമായ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ സംവിധാനങ്ങളും ജൈവവേലികളും ഒരുക്കണം. രണ്ടാമതായി നമ്മുടെ ഭൂഗർഭജലം സംരക്ഷിക്കുകയും കിണറുകൾ വറ്റുന്നത് തടയാൻ മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കി വിടുകയും വേണം. കരയിലെ ജലസമ്മർദ്ദം നിലനിർത്തിയാൽ മാത്രമേ കടൽ വെള്ളം ഉള്ളിലേക്ക് കയറുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയൂ. ഏറ്റവും പ്രധാനമായി പ്രകൃതി നൽകുന്ന ഓരോ ചെറിയ സൂചനയും ഗൗരവത്തോടെ നിരീക്ഷിക്കണം.
തീരദേശ സംരക്ഷണ നിയമങ്ങൾ പാലിച്ചും പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത നിർമ്മാണ രീതികൾ പിന്തുടർന്നും മാത്രമേ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയൂ. പ്രകൃതിയെ തോൽപ്പിക്കാനല്ല, പ്രകൃതിയോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ മണ്ണ് നമുക്ക് ശേഷമുള്ളവർക്കും അവകാശപ്പെട്ടതാണ്.